മലയാള സിനിമയിൽ ആദ്യമായി 100 കോടി ക്ലബിൽ ഇടമുറപ്പിച്ച് മോഹൻലാലിന്റെ പുലിമുരുകൻ മുന്നേറുമ്പോൾ 10 കോടിയുടെ റിസ്കിൽ 100 കോടി കൊയ്യുന്ന കഥ പറയുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം. ഗൾഫിലും യുകെയിലും നാളെ ചിത്രം റിലീസാകാനിരിക്കെ ഒരാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. പത്ത് വച്ചാൽ 100. ഒറ്റപ്പെട്ട ചില ഉത്സവപ്പറമ്പുകളിലെങ്കിലും ഇപ്പോഴും ചെവിയോർത്താൽ കേൾക്കാം ആ കറക്കിക്കുത്തുവിളി. പുലിമുരുകനെത്തി ഒരു മാസം പിന്നിടുമ്പോഴും ഉത്സവപ്പറമ്പായി തുടരുന്ന തിയേറ്ററുകൾ നോക്കി നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടത്തിന് പറയാനുള്ളതും 10 വച്ച് നേടാൻ പോകുന്ന 100 കോടിയെക്കുറിച്ചാണ്. മൊത്തം നിർമ്മാണ ചെലവായ 25 കോടിയും ചോര നീരാക്കിയുണ്ടാക്കിയ കാശാണ്. എന്നാലും അതിൽ 10 കോടിയായിരുന്നു ടോമിച്ചൻ എന്ന നിർമ്മാതാവിന്റെ നിലനിൽപ്പിനായുള്ള റിസ്ക് ഫാക്ടർ. അവിടെ ധൈര്യമായത് ആക്ഷൻ കൊറിയോഗ്രാഫർ പീറ്റർ ഹെയ്നും. പ്രിപ്പയർഡ് ആയിരുന്നു. 25 മണിക്കൂർ 10 രൂപ നമ്മൾ അതിനകത്ത് പ്രിപ്പയർഡ് ആയിരുന്നു മാറ്റി വെക്കുന്നത്. ഒരിക്കലും അത് കിട്ടുക പോകുന്ന പ്രിപ്പയർഡ് തന്നെ ചെയ്തത്. പക്ഷെ അത് എനിക്ക് അതിന്റെ ഇൻസ്പിറേഷൻ വന്നത് ഈ ഫൈറ്റ് മാസ്റ്റർ പീറ്റർ ഹെയ്നാണ്. പീറ്റർ ഹെയ്നോട് പറഞ്ഞു, സാർ ഇത് ഒന്നും അറിയണ്ട, നമുക്ക് ചൈനയിലും വിയറ്റ്നാമിലും പിന്നെ തെലുങ്കിലും തമിഴിലും എല്ലാം കൊണ്ട് ചെയ്യാം. പുലിമുരുകന് ടിക്കറ്റ് ഇപ്പോഴും കിട്ടാനില്ല. സ്വന്തം സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ലെന്നറിഞ്ഞ് ഒരു നിർമ്മാതാവ് സന്തോഷിക്കുന്നു. മെനക്കെട്ട് പോയി നിന്നിട്ടും ഇപ്പൊ ഞങ്ങൾ പല തിയേറ്ററുകളിലും കാണുന്നുണ്ട്. രാവിലെ 9 മണിക്ക് പെണ്ണുങ്ങളൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ക്യൂ അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർന്ന് അടുത്ത അവരോട് ഇരിക്കുക, അവർ പോകുന്നില്ല. മാറ്റി കണ്ടില്ല, ഭക്ഷണം കണ്ടിട്ടേ പോകുന്നുള്ളവര്. മുൻപ് നിർമ്മിച്ച ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടപ്പോൾ കളിയാക്കിയവർ പുലിമുരുകന് 25 കോടി മുടക്കിയപ്പോൾ തനിക്ക് വട്ടാണെന്നും പറഞ്ഞു. അന്നല്ല ഇന്നും കളിയാക്കിയ ആൾക്കാരുണ്ടല്ലോ. ഈ സിനിമ ചെയ്തപ്പോൾ ആദ്യം മുതലേ അതായത് അങ്ങേർക്ക് വട്ടാണ്, ഇങ്ങനെ ഇത്തരം കാശ് മുടക്കുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞ ആൾക്കാരായിരുന്നു. ഇൻഡസ്ട്രി നമ്മുടെ അസോസിയേഷനെ തന്നെ ഒരു മോർ ദാൻ 60% ആൾക്കാർക്ക് ഇതിനോട് വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ്. വട്ടാണെന്ന് പറഞ്ഞവർ ഇതുകൂടി കേൾക്കുക. UAE GCC കൺട്രീസിലെ 3-ാം തീയതി റിലീസാണ്. അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ബുക്കിംഗ് തുടങ്ങി. അടുത്ത ചൊവ്വാഴ്ച വരത്തേക്കുള്ള ബുക്കിംഗ് ആ വെള്ളി ശനി കൊണ്ട് കഴിഞ്ഞു. ഗൾഫിൽ UAE മാത്രം 56 സ്റ്റേഷനാണ് കളിക്കുന്നത് ഒരു മലയാളം പടം. സിനിമ പരാജയമായാൽ ഉറക്കം നഷ്ടപ്പെട്ട നിർമ്മാതാവെന്ന് പറയും. സിനിമ വിജയിച്ചാലോ നല്ല തുറക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഉറക്കളക്കേണ്ട സമയമൊക്കെ നേരത്തെ ആയിരുന്നില്ല, അത് കഴിഞ്ഞില്ലേ. പണം മുടക്കി പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം കൊടുത്തപ്പോഴും പലരും പറഞ്ഞു വട്ടാണെന്ന്. ഒരു വലിയ പടം ചെയ്യുമ്പോൾ വലിയ പബ്ലിസിറ്റി കൊടുത്താൽ ആൾ വരത്തില്ല. ഒരു മാർക്കറ്റിംഗ് ഉണ്ടാവണം. മാർക്കറ്റിംഗ് ചെയ്തു സാധനം വന്നു. ഫസ്റ്റ് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു എന്റെ ആ ഫുൾ പേജ് ഒരു ആടൊക്കെ. അത് അന്ന് കണ്ട് ജനങ്ങളൊക്കെ ഞെട്ടിപ്പോയത്. ഇതിപ്പം ഫുൾ പേജ് പരസ്യം കൊടുക്കുന്നവര് എന്റെ കൂടെയുള്ളവരും എല്ലാ സിനിമാക്കാരും എല്ലാം എതിർത്താ കൊടുക്കരുതെന്താ ഇത്ര പൈസ അതിൽ കൊടുക്കുന്നത്. ചുരുക്കത്തിൽ സിനിമയോടുള്ള ഒരു നിർമ്മാതാവിന്റെ അടങ്ങാത്ത അഭിനിവേശം, അതിന് മികവുറ്റ ഒരു കൂട്ടം കലാകാരന്മാരുടെ ആത്മാർപ്പണം, അതിലുപരി മുടക്കിയ കാശിന് മുതൽക്കൂട്ടാവുന്ന മാർക്കറ്റിംഗും, അതാണ് പുലിമുരുകന് 100 കോടി ക്ലബിൽ ഇടം ഉറപ്പാക്കിയത്. എം ദുനുപ്രകാശ്, മനോരമ ന്യൂസ്, കൊച്ചി.